ലോകത്തിന് ആദ്യമായിട്ടായിരിക്കും ABC ലേഹ്യം തയ്യാറാക്കുന്നത്. ഇങ്ങനെ ചെയ്യാനൊരു കാരണം എന്തായിരുന്നു? നമ്മുടെ ABC ലേഹ്യത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണിത്. ഈ ബോയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ലേഹ്യാക്കി എടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണം നമുക്ക്. സാധാരണ നമ്മൾ കാണുന്ന 2-3 ഐറ്റംസ് അല്ല, ഇതിനകത്ത് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട്. ആപ്പിൾ ആയാലും ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും നമ്മൾ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കും. ഇതെല്ലാം അരച്ചെടുക്കണം അല്ലേ? ദുബായ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, മലേഷ്യ, സിംഗപ്പൂർ ഇവിടെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ വാഷ് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ തൊലി കളഞ്ഞിട്ടാണ് വാഷ് ചെയ്ത് വരുന്നത്. ഇത് മെഷീൻ വെച്ചിട്ടാണ് വാഷിംഗ് വാഷ് ചെയ്യുന്നത്. F0 തൃശ്ശൂർ ജില്ലയിലെ നെല്ലായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാളൻ ആയുർരത്നത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. ലോകത്താദ്യമായിട്ട് കാർമാർക്ക് എന്ന ബ്രാൻഡിൽ ABC ലേഹ്യം ചെയ്യുന്ന ഒരു ഗംഭീരമായിട്ട് ഒരു കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ABC ലേഹ്യം കണ്ടിരിക്കുന്നതൊക്കെ ജ്യൂസ് രീതിയിലാണ് അല്ലേ? എന്നാൽ ഇതൊരു പ്രത്യേക രീതിയിൽ വെറും ഈ 3 കാര്യങ്ങളല്ലാതെ ഒത്തിരി ഇൻഗ്രീഡിയൻറ്റ് ചേർത്തുകൊണ്ടാണ് ഈ ഒരു ABC ലേഹ്യം ഇവിടെ കാർമാർക്കിന്റെ ബ്രാൻഡിൽ നമ്മുടെ കൈമേലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് കാണണ്ടേ? നേരെ ABC ലേഹ്യത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കാർമാർക്കിന്റെ ഷോളി ചേച്ചിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. കാർമാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? നമ്മൾ 90 വർഷം പാരമ്പര്യമുള്ള ഒരു ആയുർവേദ ഫാമിലിയാണ് നമ്മുടേത്. അതായത് 5th ജനറേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ABC എന്ന് പറഞ്ഞാൽ ABC ജ്യൂസ് ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. ലോകത്തിന് ആദ്യമായിട്ടായിരിക്കും ABC ലേഹ്യം തയ്യാറാക്കുന്നത്. അത് നിങ്ങളായിരിക്കും ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ ചെയ്യാനൊരു കാരണം എന്തായിരുന്നു? അതായത് ABC ജ്യൂസ് ആയാലും പൗഡർ ആയാലും നമുക്ക് അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ABC ജ്യൂസ് ആണെങ്കിൽ നമ്മൾ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെ മാത്രം ജ്യൂസ് ആക്കി കുടിക്കും. ഞങ്ങൾക്ക് ആയുർവേദം നമ്മൾ ലേഹ്യത്തിലേക്ക് ആകുമ്പോൾ നമുക്ക് കുറേയും കൂടി ഇൻഗ്രീഡിയൻസ് അതിനകത്തേക്ക് ചേർത്ത്, അതായത് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും എനിക്ക് ഇതൊന്ന് കാണുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്, ഏത് രീതിയിലാണ് ചെയ്യുന്നതൊക്കെ നമുക്ക് അതിലേക്ക് കാണാം. നമ്മുടെ ABC ലേഹ്യത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണിത്. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വന്ന ശേഷം നമ്മൾ തെരവുള്ളൂ, അതായത് ചിലതൊക്കെ കേടുണ്ടാവുമല്ലോ, അതിനൊക്കെ തെരഞ്ഞു മാറ്റി നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റേജ് ആണിത്. ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം നമ്മൾ തെരഞ്ഞ് നല്ലത് നോക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ വാഷിങ്ങിലേക്ക് വിടും. ഈ വാഷ് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ തൊലി കളഞ്ഞിട്ടാണ് വാഷ് ചെയ്ത് വരുന്നത്. അതായത് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ക്ലീൻ ആയിട്ടാണ് നമ്മൾ മെഷീനിൽ വരുന്നത്. മെഷീൻ വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ തൊലി ഉൾപ്പെടെ കളഞ്ഞിട്ടാണ്. ക്യാരറ്റും ബീട്രൂട്ടും വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആപ്പിൾ വാഷ് ചെയ്യാനായിട്ട് ഇടുക. അതിനുശേഷം നമ്മൾ അത് കട്ട് ചെയ്ത് അതിന്റെ കുരു കളയും. നമ്മൾ ABC ലേഹ്യത്തിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ വെച്ചിരിക്കുന്നതെല്ലാം. ഇപ്പൊ ആപ്പിൾ എല്ലാവർക്കും അറിയാം, ആപ്പിളിനകത്ത് ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമുക്ക് ദഹനം ശരിയാവാനൊക്കെ ആപ്പിൾ വളരെ നല്ലതാണ്. പിന്നെ ഇത് ബീട്രൂട്ടിനകത്ത് ധാരാളം അയൺ കണ്ടന്റ് ഉണ്ട്. അതുപോലെ നൈട്രേറ്റുകൾ ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ BP കുറയ്ക്കാനും കരളിന്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ബ്ലഡ് കൂട്ടാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ക്യാരറ്റ് എല്ലാവർക്കും കഴിച്ചാൽ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണെന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്, ശരീര സൗന്ദര്യത്തിനും ക്യാരറ്റ് നല്ലതാണ്. പിന്നെ മാതളനാരങ്ങ എല്ലാവർക്കും അറിയാം, ധാരാളം ആന്റി ഓക്സിഡൻസ് ഉള്ളതാണ്. പിന്നെ ഈന്തപ്പഴം, കശുവണ്ടി, ബദാം, കണ്ണൻകായ. പിന്നെ ഇത് നമ്മുടെ കുറെ പൗഡറുകളാണ്. അതായത് റാഗി പൊടിച്ചത്, മില്ലറ്റുകൾ പൊടിച്ചത്, എള്ള് പൊടിച്ചതുണ്ട്, പംകിൻ സീഡ് പൊടിച്ചത്, ഇങ്ങനെ ഇത്രയും. പിന്നെ നമ്മുടേതായി കുറച്ച് ആയുർവേദ മരുന്നുകളും ഇതിനകത്തുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന 2-3 ഐറ്റംസ് അല്ല, ഇതിനകത്ത് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട്. ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കോംബോ ആണിത്. ഇതിനുശേഷം എന്താ ചെയ്യുന്നത്? ബോയിലിംഗിലേക്ക് പോവാം. ഈ ബോയിൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമുക്ക് അരച്ചെടുക്കണമല്ലോ. നമ്മൾ ലേഹ്യാക്കി എടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണം നമുക്ക്. അപ്പൊ നമ്മൾ അരയ്ക്കണമെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് ഇത് വേവിക്കണം. ബോയിൽ ചെയ്തതിനു ശേഷം നമ്മൾ ഇത് ആപ്പിൾ ആയാലും ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും നമ്മൾ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കും. ഇതെല്ലാം അരച്ചെടുക്കണം അല്ലേ? അപ്പോൾ ഈ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും അല്ലാതെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ പൗഡർ ആക്കിയാണ് ഇടുന്നത്. ഇതിനുശേഷം എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനുശേഷം നമ്മൾ അത് ലേഹ്യമാക്കണമല്ലോ നമുക്ക്. അതെ. അപ്പൊ അത് നമ്മൾ പണ്ടൊക്കെ ഉരുളിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ഉരുളിയിലല്ല, കാരണം നമുക്ക് അത്രയും എൻക്വയറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണം. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ എല്ലാം മെഷീനറി ആക്കി. ഇതൊക്കെ മെഷീനിൽ ചെയ്യുന്നല്ലേ? പിന്നെ കൂടുതൽ ഹൈജീൻ ആണ് മെഷീനറി. തീർച്ചയായിട്ടും. അതുമാത്രല്ല ഉരുളിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രമാത്രം ഇളക്കിയിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലേഹ്യമാവുമ്പോൾ പ്രത്യേകിച്ച് ഒരു 4 ദിവസം വേണം നമുക്കിത് ലേഹ്യമായിട്ട് വരാനായിട്ട്. 4 ദിവസം എടുക്കും. കാരണം ഇത് വെള്ളം വറ്റി വരണമല്ലോ. അപ്പൊ അത്രയും ദിവസം ഇളക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് ഉരുളിയാവുമ്പോ കൂടുതൽ ദിവസം വേണ്ടി വരും. മെഷീനിലാവുമ്പോ നമുക്ക് 4 ദിവസം കൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് പാകമായതിനു ശേഷം പിന്നെ നേരെ ഫില്ലിംഗിലേക്കാണ് പോകുന്നത്? അല്ല, നമ്മൾക്ക് ഇത് ലാബ് ടെസ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ ലാബ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ ബാച്ചും ലാബിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫില്ലിംഗിലേക്ക് വരുന്നത്. ഇതെങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഒരാളുടെ കയ്യിലേക്ക് എത്തുന്നത്? നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, sholiayurveda.com എന്നുള്ള വെബ്സൈറ്റിൽ കൂടെ മേടിക്കാം. അല്ലെങ്കിൽ ആമസോണിലുണ്ട്. ആമസോണിൽ ABC ലേഹ്യം ടൈപ്പ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് കടകളിലേക്ക് കിട്ടുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റുകളിലേക്ക് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും
ഡൗട്ട് ഉള്ളവർക്ക് നമ്മുടെ ഈ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ അതിനുള്ള ഉത്തരം കൊടുക്കുന്നതാണ്. ഇത് കേരളത്തിൽ മാത്രമാണ് അവൈലബിൾ ആവുന്നത്? അല്ല, കേരളത്തിന് പുറത്ത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമുക്ക് ദുബായ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ഇവിടെയുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഇത്രയും രാജ്യങ്ങളിലും ഉണ്ട്. നമ്മുടെ എല്ലാ പ്രോഡക്ട്സും ഇവിടെ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അതുപോലെ കൊറിയർ ഓപ്ഷൻ നിങ്ങൾ എടുത്തുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ റെഡിയാണ്. നമ്മുടെ വെബ്സൈറ്റ് വഴി വരുന്ന ഓർഡേഴ്സ് എല്ലാം ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത്. ഇരിങ്ങാലക്കുട പോസ്റ്റൽ ഡിവിഷന്റെ കീഴിൽ വരുന്ന പുതുക്കാട് ഓഫീസിൽ നിന്നാണ് നമ്മൾ പോസ്റ്റ് എല്ലാം അയക്കുന്നത്. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് തന്നെ സാധനങ്ങൾ എത്തും. നേരിട്ട് വീടുകളിലെത്തും. തന്നെയല്ല, ഇതിന് റിട്ടേൺസ് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായത് ഇന്ത്യൻ പോസ്റ്റ് തന്നെയാണ്. അത് വലിയൊരു ആശ്വാസം തന്നെയാണല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. അതിന് പ്രത്യേകം നമ്മൾ ഇന്ത്യൻ പോസ്റ്റിനോട് നന്ദി പറയുന്നുണ്ട്. ഇത് നമ്മുടെ ആമസോൺ വെബ്സൈറ്റിലേക്കുള്ള പാക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ദിവസം ഒരു 300-400 ഒക്കെ നമുക്ക് പോകുന്നുണ്ട്, ഒരു ദിവസം മാത്രമായിട്ട്. നമ്മുടെ വെബ്സൈറ്റ് വഴി ABC ലേഹ്യം മേടിക്കുന്നവർക്ക് ഒരു കോംബോ ഓഫർ ഉണ്ട്. അതിന്റെ കൂടെ ഒരു കുങ്കുമാതി തൈലം കൂടി ഉണ്ടായിരിക്കും. അതായത് ചെറിയൊരു ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. ഇത് രണ്ടും കൂടിയിട്ടാണ് വെബ്സൈറ്റ് വഴി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് അല്ലേ? ഒരു ഡിസ്കൗണ്ട്. ഇനി എനിക്കറിയേണ്ടത് ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ കഴിക്കേണ്ടത്? കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുമല്ലോ, മുതിർന്നവർക്ക് കഴിക്കുന്നത് എത്ര വെച്ച് കഴിക്കണം, അതിനെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ശരിക്കും പറഞ്ഞ ഒരു മരുന്നെന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഫുഡ് സപ്ലിമെന്റ് പോലെ കഴിക്കാവുന്നതാണ്. അതായത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഒരുപോലെ കഴിക്കാവുന്ന ഒരു ലേഹ്യമാണ് ABC ലേഹ്യം. അത് രാവിലെയും വൈകുന്നേരവും 10 ഗ്രാം വീതം. 10 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ ടീസ്പൂൺ ഭക്ഷണശേഷമാണ് ഇത് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള എനർജി കുട്ടികൾക്കായാലും പ്രായമായവർക്ക്. ചിലർക്ക് ഈ ഭക്ഷണം കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് തോന്നും പ്രായമായി കഴിയുമ്പോൾ. അപ്പൊ അവർക്ക് ചിലപ്പോൾ വൈറ്റമിൻസിന്റെ മിനറൽസിന്റെ ഒക്കെ കുറവ് തോന്നും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ലേഹ്യം വളരെ ഉപകാരമാണ്. നമ്മളിപ്പോ കണ്ടില്ല ABC ലേഹ്യം അല്ലാതെ വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് നിങ്ങൾക്ക്? ABC കൂടാതെ കുടംപുളി ലേഹ്യം ഉണ്ട്. കുടംപുളി ലേഹ്യം എല്ലാവർക്കും തന്നെ അറിയാം, ലോകത്ത് ആദ്യമായിട്ട് വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കുടംപുളി ലേഹ്യം. പിന്നെ നമുക്ക് പ്രാണാട്ടോൺ, ഇത് നമ്മൾ ഡയബറ്റീസിന് വേണ്ടിയിട്ടാണ്, ഡയബറ്റിക് കെയർ ആണ്. അതായത് ഒരു പ്രമേഹ രോഗിക്ക് ഷുഗറിന്റെ അളവ് കുറയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റു ബുദ്ധിമുട്ടുകളുണ്ടാവും പല രീതിയിലുള്ള ഷുഗർ പേഷ്യൻസ്. അതെല്ലാം ഒഴിവാക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രാണാട്ടോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ കുങ്കുമാതി തൈലം ഫേസിലേക്കുള്ളതാണ്. മൂക്കുരു, മുഖത്തെ പാടുകൾ, കരിമങ്ങല്യം, കണ്ണിന് താഴെ ഉണ്ടാകുന്ന കറുപ്പ്, ഇതൊക്കെ മാറ്റി സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് കുങ്കുമാതി തൈലം നമുക്ക് ഉപയോഗിക്കാം. പിന്നെയുള്ളത് നമ്മുടെ ഗ്യാസ് ട്രബിൾ ആണ്. ഗ്യാസിന്റെ എല്ലാ പ്രോബ്ലംസിനും ഒരു പരിഹാരമാണ്. നമ്മൾ കഴിച്ച ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരാം. അതായത് വയറുവേദന, നെഞ്ചിരിച്ചിൽ, വയറിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇതെല്ലാം ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. പിന്നെ നീലഭൃംഗാതി, പണ്ടുകാലം തുടങ്ങി എല്ലാവർക്കും അറിയുന്നതാണ്. നീലഭൃംഗാതി മുടി വളരാനും മുടിയുടെ കറുപ്പ് കിട്ടാനും അല്ല താരൻ പോലെയുള്ള അസ്വസ്ഥതകൾക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നാണ് നീലഭൃംഗാതി. ഇത്രയും പ്രോഡക്റ്റുകൾ വേറെയും ഉണ്ട്. നമുക്ക് 300-ൽ കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ട്. 300-ൽ കൂടുതൽ പ്രോഡക്ട്സ് വരുന്നുണ്ട്. എത്രയാണ് കാർ മാർക്കറ്റ് ABC ലേഹ്യത്തിന്റെ വിശേഷങ്ങൾ? നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നല്ലേ? ആ തുടക്കം മുതൽ ആ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കുന്നത് മുതൽ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന 3 ഇൻഗ്രീഡിയന്റ് ആണെങ്കിൽ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഇവിടെ കാർമാർക്ക് ABC ലേഹ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതലായിട്ട് ഇനി എന്തേലും നിങ്ങൾക്ക് അറിയാൻ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അത് ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.